അങ്ങനെ ഫൈനലി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആകെയാണെങ്കിൽ എൻ്റെ അടുത്ത് 100 രൂപയുണ്ട്. ആ 100 രൂപ വെച്ചുകൊണ്ട് ഞാനിന്ന് ഫുള്ള് ഫുഡ് കഴിക്കും. ഗൈസ് നമുക്ക് ചെറിയൊരു വെറൈറ്റി ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലേസും ഫ്രൂട്ടി കൂടി ഗൈസ്. ഫ്രൂട്ടി ഇല്ല കേട്ടോ ഗൈസ്, നമുക്കൊരു ലേസ് ഉണ്ട് ഫസ്റ്റ്. ഗൈസ് ഫസ്റ്റ് തന്നെ മൂജി ഗൈസ്, അവിടെ ഫ്രൂട്ടി ഇല്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പോയിട്ട് ഫുഡ് കുടിക്കാം. ഗൈസിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറി ഒരു ചായയും കടി കഴിക്കണമായിരുന്നു ഗൈസ്. അവിടെ ഹോട്ടലിൽ കയറി നമ്മൾ ചായയും പടം കഴിച്ചാൽ 24 രൂപ ഗൈസ്. ഇതാകുമ്പോൾ നമ്മൾ ഫ്രൂട്ടി ലേസ് കഴിച്ചാൽ ആകെ 20 രൂപ ഗൈസ്. നമ്മൾ 4 രൂപ ലാഭിച്ചു ഗൈസ്. ഇനി ഇതിലൊന്നും കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം നമ്മൾ കളിച്ചൊന്നുമില്ല, നമ്മൾ കുറച്ച് നേരം ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് സമയം കളഞ്ഞ് ഗൈസ്. ഇനി 12 നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും ഉച്ചയ്ക്കത്തെ. അപ്പം പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ സമയം കളയാം ഗൈസ്. 12 വരെ സമയം കളയണ്ട ഗൈസ്. എങ്ങോട്ടാ പോകുന്നത്? ഇത് കുക്കൈക്കുത്ത് വരെ പോയേക്കാം. കുക്കൈക്കുത്തോ? സമയം പോവണ്ടേ? ആ ഓക്കെ പോവാ ബാ. നടക്കാൻ മതി ഗൈസ്. ഗൈസ് പിന്നെ അവിടെ ഇരുന്നാൽ പെട്ടെന്ന് സമയം പോകുന്നതേ അറിയില്ല അല്ലേ? അതെ അല്ലേ അല്ലേ അതെ 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 അതെ. പക്ഷെ കുറച്ച് നടക്കണമെന്നുണ്ട്. കുഴപ്പമില്ല, സമയം കളയാൻ വേണ്ടിയിട്ട് തന്നെ ഇല്ലേ, നടന്നാൽ കുഴപ്പമില്ല. നീ ഒറ്റയ്ക്ക് പൊക്കോളൂ. ആ വരാം. നല്ല വെയിലുണ്ട്. സമയമാണെങ്കിൽ 11:38. ഗൈസ് ഇവിടെ ഒരു ഹൊറർ ഫീൽ. എടാ നേരെ പോടാ, ഈ കാട്ടൊഴിക്കൊണ്ട് നല്ല നട്ടുച്ച വെയിലത്ത് ഇങ്ങോട്ടേക്ക്. ഗൈസ് ഇതാണ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗൈസ് നമ്മൾ താഴെ പോയിട്ട് കുറച്ച് നാളായി അല്ലേ? അതെ, നമ്മൾ എന്ന് ഇവിടെ ആയിരുന്നു, പക്ഷേ നമ്മൾ താഴോട്ട് ഇറങ്ങാറില്ല. നമ്മൾ താഴെ പോയിട്ട് കുറച്ച് നാളായി. അയ്യോ പേടിയാവുന്നു എനിക്ക്. ഗൈസ് ഇനി താഴെ എത്തിയിട്ട് കാണാം. അയ്യോ ഗൈസ് അച്ചു പറഞ്ഞ പോലെ നമ്മൾ താഴെ ഇറങ്ങണ്ട, വെള്ളമില്ല അല്ലേ? അതെ, താഴോട്ട് പോകണ്ട. അല്ലാതെ പേടിടണമെന്നല്ല, പേടിയിട്ടൊന്നുമല്ല, നമ്മൾ ഒരിക്കലും പേടിച്ചിട്ടൊന്നും. ഇതൊക്കെ നമുക്ക് പേടിയാണോ? വേണം അച്ചു എടുത്തി അവിടെ ഇങ്ങോട്ട്. അത്രയും വേണ്ട. സമയം എത്രയും? സമയം 11:48. നമുക്ക് പതിയെ യാത്രയാവാം. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ആയിട്ട് നമ്മളിതാ മണ്ഡലത്തല്ല നടുവിട്ടാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഉച്ച വെയിലെത്തിയതാ നമ്മൾ നടുവിലെത്തിയേക്കാണ്. ഞാനിതാ തണുത്തേക്കാണ് ഗൈസ്. ഇനി നമുക്ക് പോയി എന്തെങ്കിലും പോയി കഴിക്കാം. അപ്പോൾ നമ്മൾ ഹോട്ടൽ തപ്പിക്കൊണ്ട് നമ്മൾ ഏതാണ്ട് ഇതിൽ കൂടെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഏത് കട കയറും, ഏത് കട കയറും? ഇത് തന്നെ ഒരുപാട് വിളിച്ചിട്ട് അവിടെ കുറേ ഇഷ്ടംപോലെ കട ഉണ്ടായിരുന്നു. അവിടെ കയറി എവിടെയും കയറി. ഇത് ഇവിടം വരെ എന്നെ നടത്തും ഗൈസ്. അവിടെ ഒരു ഐശ്വര്യ ബേക്കറി നമുക്ക് ഫൈനലി കട കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ ഐശ്വര്യ ബേക്കറി. പരിപ്പാട് ഗൈസ് നമ്മുടെ ഫസ്റ്റ് സംഭവം ഇവിടെ പരിപ്പാട് കിട്ടുന്നത് ഗൈസ്. നമുക്ക് ലൈമ് ഇവിടെ കിട്ടിയ സംഭവമായി ഗൈസ്. നമ്മുടെ ബാലൻസ് നോക്കുകയാണെങ്കിൽ 30 രൂപ ഉള്ളു ഗൈസ്. ഇനി വൈകുന്നേരം വിട്ടാൽ ഗൈസ് നമുക്ക് രാത്രി പിടിക്കാം. വൈകുന്നേരം അയ്യോ വിശക്കുന്നുണ്ട് ഗൈസ്. വേറെ ഗൈസ് ഇനി കളിക്കുന്നുണ്ട്, വൈകുന്നേരം കളിയുണ്ട്, അത് ഉറപ്പാണ് ഗൈസ്. വൈകുന്നേരം എന്തെങ്കിലും കളിയുണ്ട്. അപ്പോൾ കളി വരെ നമുക്ക് ആ നിമിഷത്തിൽ വിശന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നീ മറക്കണം ഗൈസ്. വലിയൊരു മഴയ്ക്ക് ശേഷം ഗൈസ് ആകെ 20 രൂപയുണ്ട്, അല്ല 30 രൂപയുണ്ട്. 30 രൂപയുണ്ട്. അതിൽ ചായക്കും കടിക്കും 24 രൂപ, ബാക്കി 6 രൂപ കിട്ടും.
എനിക്ക് ഇവിടുത്തെ വല്ല ഹോട്ടലിൽ കയറി കഴിച്ചാൽ പോരായിരുന്നോ? വെറുതെ ഇതിനാ പെട്രോൾ പമ്പ് വരെ നടക്കുന്നേ. പ്രാന്താട്ടോ. ഒരു കോഫി ഇടുന്നുണ്ട്. ഇത് അവസാനത്തെ ഡിന്നറല്ല അല്ലേ? അതെ, ഞാനൊരു കേക്കും കൂടെ വാങ്ങുന്നുണ്ട്. ബാക്കി 10 രൂപ കേക്ക് അങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പം അപ്പൂൻ്റെ 100 രൂപ ഇവിടെ തന്നെ കംപ്ലീറ്റ് ആവും ഗൈസ്. അങ്ങനെ നമ്മൾ ഇടുന്നുണ്ട് ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ രാത്രി ഒപ്പിക്കാൻ. അയ്യോ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ തുടങ്ങിയെന്ന് അറിയണ്ടേ? ഈ റെഡ് കൊടുത്താൽ അപ്പു ഇന്ന് 100 രൂപയ്ക്ക് വേണം ഫുൾ ഫുഡ് കഴിക്കാൻ. അത് വീട്ടിൽ നിന്നൊരു ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. സോ അപ്പു ഇന്ന് 100 രൂപയ്ക്ക് ഫുഡ് കഴിക്കുമോ അതോ ഈ കളർ കിട്ടിയാൽ അപ്പു 50 രൂപയ്ക്ക് വേണം ഇന്ന് ഫുള്ള് ഫുഡ് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ then നമുക്കിത് കൊണ്ടു കൊടുക്കാം. റെഡ് കിട്ടിയിരിക്കുന്നത് എനിക്ക് റെഡ് കിട്ടണം. അപ്പം 100 രൂപ കൊണ്ടാണെന്ന് ഞാൻ ഫുള്ള് ഫുഡ് കഴിക്കാം. പിന്നെ ഇതെടുത്താണല്ലോ 50 രൂപയ്ക്കാണ് ഫുഡ് കഴിക്കാൻ. ആര് കഴിക്കും? അച്ചു. പിന്നെ 50 രൂപ ഒരു കഷ്ടപ്പാടാണ്.